കോഴിക്കോട് യുവാവിനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇരുമ്പ് വടിയും കല്ലും ഉപയോഗിച്ചാണ് എടക്കാട് സ്വദേശി ശ്രീലേഷിനെ 3 പേർ ചേർന്ന് ആക്രമിച്ചത്. പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയപ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതിനായിരുന്നു ആക്രമണം. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം, അതിനുശേഷം റിപ്പോർട്ടിലേക്കും. സരീഷ് പി കെ ചേരുന്നുണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളുമായി. സരീഷ്, നേരത്തെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ച ഘട്ടത്തിൽ തന്നെ ഈ ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടു മനസ്സിലാക്കിയിരുന്നു. അതിനനുസരിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇതിപ്പോൾ ആളെ കണ്ടെത്തിയോ? നിലവിൽ ആളുകളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം മൊബൈൽ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അതിലാണ് ഈ അക്രമികളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അവരെ വീട്ടിലെത്തി പരിശോധന, അതായത് 3 പേരുടെയും വീടുകളിലേക്ക് എത്തി പരിശോധന നടത്തി. പക്ഷേ ഇവർ 3 പേരും വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ അവരെ പിടികൂടാനാകും എന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് 6:30 സംഭവം നടക്കുന്നത്. എടക്കാട് സ്വദേശിയായ ശ്രീലേഷ് മൈത്ര ആശുപത്രിക്ക് സമീപത്തെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ കടയ്ക്ക് സമീപത്ത് വെച്ച് യുവാക്കൾ ബഹളം വയ്ക്കുകയും കടയുടമയെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച ശ്രീലേഷിനെ ഈ 3 പേരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും ഇരുമ്പ് വടി കൊണ്ടും കല്ലുകൊണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഈ ശ്രീലേഷിനെ ഉടൻ തന്നെ ഈ മൈത്ര ഹോസ്പിറ്റലിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, മൊബൈൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ശ്രീലേഷിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയും CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 3 പ്രതികളെയും തിരിച്ചറിയുകയും അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.